ഞാൻ പറഞ്ഞല്ലോ, ഞാൻ MLA എന്നുള്ള നിലയിലല്ല ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. ഞാൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാള് ഈ പാർട്ടിയെയും സമുദായത്തെയും വിറ്റ് കാശാക്കുന്നതിൽ എനിക്ക് അമർഷമുണ്ട്. ലീഗിനോടുള്ള ലീഗ് നമ്മൾ ആദ്യം പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണല്ലോ. ലീഗ് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ലീഗ് പോലുള്ള ഒരു സംഘടന അങ്ങനെ തോന്നിവാസികളുടെയും തെമ്മാടികളുടെയും കൈകളിൽ അകപ്പെടാൻ വേണ്ടി പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം മറ്റുള്ള പാർട്ടികളൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ മുസ്ലിം ലീഗും പോകണം. അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വെച്ച് പുലർത്തുന്നത് കൊണ്ട് എന്താ തെറ്റ്? നിയമ നടപടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊക്കെ ആരാ നോട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നു, ഇത് ബന്ധപ്പെട്ട ആളുകൾ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ആര്? കള്ളപ്പണം പിടിക്കേണ്ട ആളുകൾ, അതിന് ബാധ്യതപ്പെട്ടവര്, അതിന് ബാധ്യതപ്പെട്ട ഏജൻസികൾ, ഇങ്ങനെ ആളുകളെ വഞ്ചിച്ച് ജീവിക്കുന്ന ആളുകൾ, അതിന് ബാധ്യതപ്പെട്ടവര്, അവര് ഈ പത്രങ്ങൾ നോക്കുമല്ലോ, അല്ലെങ്കിൽ ഈ പത്രസമ്മേളനങ്ങൾ കാണുമല്ലോ. നിയമ നടപടി അങ്ങനെ ഉണ്ടാകും. അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പലരായിട്ട്, ഞാനായിട്ടല്ല. ഞാൻ വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്. വിജിലൻസിന് ഈ രേഖകളും കൂടി, പുതിയ രേഖകളും കൂടി കൈമാറും. ഓക്കെ. അല്ല, ഹവാല ഞാൻ പറഞ്ഞില്ലേ, ഹവാല ഫോണ് നടത്തിയിട്ടാണ് ഇദ്ദേഹം തന്റെ ബിസിനസ് ആരംഭിക്കുന്നത്. നിയമവിരുദ്ധമായി ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷനെ വഞ്ചിച്ചുകൊണ്ട്. രാജ്യദ്രോഹ പ്രവർത്തനല്ലേ അത്? ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷനെ വഞ്ചിച്ചുകൊണ്ട് അന്ന് ഹുണ്ടി ഫോണ് തന്റെ പാർട്ട്ണറുടെ, ഇപ്പത്തെ പോലെ തന്നെയാണ് അന്നും, സ്വന്തം പേരിലാവൂല, ഒക്കെ വേറെ ആൾക്കാരെ പേരിലാകും. അത് തന്നെയാണ് ബിനാമി എന്ന് പറയാ. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ എവിടെയും അത് മറച്ചു വെച്ചിട്ടില്ല. ഈ ഒരു സ്ഥാപനവുമായി തനിക്ക് ബന്ധമുണ്ട്, താൻ എവിടെയും മറച്ചു വെച്ചിട്ടില്ല. അതിന്റെ പട്ടാമ്പിയിലെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ആളെല്ലാം ക്ഷണിച്ചത് ഞാനാണ്. അതെ. അപ്പോൾ ഒരു ബിനാമിയാണെങ്കിൽ അങ്ങനെ പ്രത്യക്ഷ അല്ല, ഞാനിത് പറയണത് വരെ നിങ്ങൾ അറിഞ്ഞിരുന്നോ? അല്ല, അങ്ങനല്ല. സ്വന്തമായിട്ട് അല്ല, ഞാനിപ്പോ ഒരു സ്വന്തം സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫേസ്ബുക്കിലിടും. ഞാൻ സ്ഥിരമായിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലിടും. ഞാനിതാ ഇങ്ങനൊരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. അല്ല, അങ്ങനെയാണ് വേണ്ടത്. അത് സുതാര്യതയുടെ ഭാഗമാണ്. അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പബ്ലിസിറ്റി കൊടുക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓ, അത് ശരി. അങ്ങനെ ഞാനിത് പറഞ്ഞതിന് ശേഷമാണ് മൂപ്പർക്ക് ഇത് തോന്നിയത് അല്ലേ, ബോധോദയം വന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ രണ്ടും. ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഇപ്പോ കോഴിക്കോട് ഹൈലൈറ്റ് മോളിലെ പിന്നെ എംഇയുടെ ഷോപ്പ് എന്റേതാണ്, മൂപ്പരതാണെന്ന് സംബന്ധിച്ചു. എന്നാ മൂപ്പര പേരിലാണോ? ലൈസൻസി മൂപ്പരാണോ? അല്ല. കൊപ്പത്തെ ഷോപ്പ് ലൈസൻസി മൂപ്പരാണോ? അല്ല. എന്നിട്ട് മൂപ്പര് പറയുന്നു ഉണ്ട് എന്ന്. എങ്ങനെയുണ്ട്? വല്ല രേഖയുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്ട് ഈ ലൈസൻസിയും ഇദ്ദേഹവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോ യെസ്, എന്താണ്? അതെ. ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത് ബിനാമിന്ന്. എവിടെ പങ്കാളികൾ? എങ്ങനെ? അല്ല, കച്ചവട പങ്കാളികൾ ഇങ്ങനെ ഒരാൾക്ക് എത്ര ഉണ്ടാവും? ഇപ്പൊ ഇവിടെ പിന്നെ ഒരു കച്ചവട പങ്കാളി, പിന്നെ ഹൈലൈറ്റ് മോളിൽ വേറൊരു കച്ചവട പങ്കാളി, അതും കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ വേറൊരു പിന്നെ കച്ചവട പങ്കാളി, ഖത്തറിൽ വേറൊരു കച്ചവട പങ്കാളി, അങ്ങനെ എത്ര ബിസിനസ്സുകൾ. അമേരിക്കയിലും മൂപ്പർക്ക് ബിസിനസ് പങ്കാളി ഉണ്ടാവുമല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എനിക്ക് അമേരിക്കയിലും ജോബ് വിസ ഉണ്ട് എന്ന്.